ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും നമുക്ക്. വന്നു. സുഖമായി ഉറങ്ങൂ, ശാന്തമായി ഉറങ്ങൂ. നാളത്തെ പുതിയ ചുവടുവെപ്പിനായി ഉണരാൻ സുഖനിദ്ര, ശുഭനിദ്ര. തണലും തണലത്തണമതിലും അതിലേ അയ്യോ വേണ്ട, ചവിട്ടണ്ട. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. റൊമാൻറ്റിക് മൂഡ് വന്നില്ലെങ്കിലേ അടുത്തൊരു മലയുണ്ട് സാർ, അവിടെ പോയിട്ട് വാ സാർ. എല്ലാവർക്കും റൊമാൻറ്റിക് താനെ വരും സാർ. അതെയോ? എന്നാ അങ്ങോട്ട് നമുക്ക് പോയാലോ? പോവാം. എന്ത്? എത്ര ദൂരം പോണം? ഇവിടെ അടുത്ത് തന്നെ. അതെയോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേ പറ്റൂ. ഒരു ട്രക്കിംഗ് പോലെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. മലയിന്ന് താഴെ ഇറങ്ങി വരുമ്പോഴേ എല്ലാരും ഫ്രഷ് ആയേ പറ്റൂ. അതുകൊണ്ട് വാ നമുക്ക് പോവാം. ഡാ നിക്കടാ, വേദയെ പോയി വിളിച്ചോണ്ട് വരുവോ? ഒരു മര്യാദയല്ലേ ഗോപി? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? ഇപ്പോഴാ കിട്ടിയത്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല, ഈ മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ എന്റെ ജീവിതത്തിൽ, ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്ക് ഏതാന്ന് വെച്ചാൽ അത് പ്രതീക്ഷയാണ്. അതിന് 3 കാര്യങ്ങളുണ്ട്: വിശ്വാസം, കാത്തിരിപ്പ്, ക്ഷമ. ഈ 3 കാര്യങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ആ ഒരു വാക്കിന്റെ പവർ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി പേഷ്യൻസ്. വിശ്വാസത്തോടെ, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള പേഷ്യൻസ്. പല വലിയ അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുള്ളത് കാത്തിരിക്കുമ്പോഴാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ ഇപ്പൊ ഇത് വരും. അപ്പതി വന്നു. മമ്മതേ, അന്റെ തടിജി കാത്തോ.
പെറ്റ രത്തിനമേ രഞ്ജിതമേ ഹേ രഞ്ജിതമേ ഹേ രഞ്ജിതമേ രഞ്ജിതമേ മനസ കലയ്ക്കും മന്ദിരമേ രഞ്ജിതമേ രഞ്ജിതമേ മുന്ന ഓതട്ട് വലിക്ക കൊഞ്ചനുമേ என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுமே அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற ம், ம். கட்டுமல்லி கட்டி வச்சா கலகலகம் பட்டு வச்சா சதிரல் ரெண்டு வச்சா சாரா பாம்பு இடுப்பு வச்சா வச்ச பொட்டில் என்னையும் தூக்கி நெத்திக்கு மத்தியில் ஒட்ட வச்சவளே உச்சி பொட்டு நேரத்துக்குள்ள வச்ச கட்டம் தொட்டவளே ரஞ்சிதமே 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 மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே என்ன உதடு வலிக்க கொஞ்சனுமே ரஞ்சிதமே ரஞ்சிதமே மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே என்ன உதடு வலிக்க கொஞ்சனுமே வந்தது 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 மனசு சத்திரமே சத்திரமே நான் நித்திர 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 கேட்கும் சித்திரமே சித்திரமே ரஞ்சிதமே ரஞ்சிதமே അവൾ ഇവളെ ഇഷ്ടമില്ല സന്തനവേല ഇവൾ മന്മത പുയല അടട പൂവിൻ നാനാടാ ഓ ഓ ഓ അഴകക്ക് ഇവൾ താണ്ടായി നാടാ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ ഏൻ സടി വാൻമതി പൈങ്കിളി ആസ തീര വാട്ട് നീ ഒന്ന നനച്ചു നൂറുകള പോടി സോകത്തിൽ ഒന്നു വളക്കല ദാടി കെത്ത് കാട്ടിട്ട് അളൂരനെ അഴുത് മുടിച്ചിട്ട് ചായ കുടിക്കും. പഴം പുഴുങ്ങിയില്ലല്ലേ? പുഴുങ്ങണം, അപ്പോഴേ ഒരു കൊസി ഉണ്ടാവുള്ളൂ. കുറച്ചുനേരം കൂടി ഇരിക്കുകയാണെ പുഴുങ്ങി തരാം. ഇരിക്കാൻ എത്ര വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ ഇത് പുഴുങ്ങണ വരെ ഇരിക്കാനുള്ള സമയമല്ല. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. ഉമ്മ പറഞ്ഞേക്കണേ, ഉമ്മ പറഞ്ഞേക്കണേ. ഒന്ന് തിന്ന് തീരാനായില്ലേ, ഒന്ന് തിന്ന് തീരാനായി, ഒന്ന് തിന്ന് തീരാനായി ഉമ്മ പറഞ്ഞേക്കണേ. മൂന്നെണ്ണോം തിന്ന് തീർത്തില്ലേ, മൂന്നെണ്ണോം തിന്ന് തീർത്ത്, മൂന്നെണ്ണോം തിന്ന് തീർത്ത്. ഉമ്മ പറഞ്ഞേക്കണം, ഉമ്മ പറഞ്ഞേക്കണം, ഉമ്മ പറഞ്ഞേക്കണേ. ഈ കൂട്ടത്തിലെ കുമ്മനല്ലേ? കഴിഞ്ഞ
ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. പകരം നാളെ ഏതാ? പൂണാർത്ഥം. തുടരുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-3 शिवा, ईशा का मतलब जानते हो तुम? पार्वती. अब शिवा का साथ पार्वती नहीं देगी तो कौन देगी? എങ്ങനെ വിടാൻ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത്, ചോദിക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. ആരോടെ ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജറെ വിളിക്ക്. നീ കഴിക്കാതിരുന്ന ചോദിക്കണ സാമേ, മാനേജറെ വിളിക്കണോ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ. Yes, I am the manager. What do you want? ഇതുപോലത്തെ 2 പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണമായിരുന്നു. നിങ്ങക്ക് വേണ്ടേ? മെതു മെതുവാക പയനങ്ങൾ പോലെ തുടങ്ങിടവാ മനമൊരു ഗനം കൊതികലനാക തവറുകളിനി செதியன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா മനമൊരു ഗനം കൊതികലനാക തവറുകളിനി செதியன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா உன் காதினோரம் நான் வரைவேன் காதல் கவிதை, துடுப்பாக மாறுவேன், உன் கரையை தாண்டுவேன். அடி ராட்சசியே கூற்றம் காணலே, உன் மறைவுகளும் முத்தம் கேட்கிறதே. ஒரு வேதியியல் மாற்றம் என்னுள் உன்னை கண்டால் ஏதோ நடக்கிறதே. இடையில் ஊர்வலம் செல்ல என் விரல்கள் ஏனோ துடிக்கிறதே. காதல் ஏன் கவியே, நீ என் அருகில் வந்தாலே உலகம் ஏன் இருளுது, பகலிரவாய் மாறுது. வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனா. மனமொரு கனம் கொதிகலனாக தவறுகளின் செதியன மாற தொலைவுகளை தொலைப்போம். എണീറ്റാത്ത മക്കളെ, എനിക്ക് സ്ഥലത്തിക്കണ്. സ്ഥലത്തി. ആ അങ്ങനെ പഠിച്ചാന്റെ കൃപകൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കണേ. ഭഗവാനെ, ഈശ്വര രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? പ്ലാസ്റ്റിക് ആണല്ലേ, ഒന്നും പറ്റിക്കാണില്ല. എന്നാ നേരം കളയണ്ട, ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ ഒരു അത്ഭുതം. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. എടാ വിജയ, എന്താടാ ദാസ,
ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതാ. This heart of mine was made to travel this world. എന്റെ ഹൃദയം ഈ ലോകത്തെ യാത്ര ചെയ്യാൻ തയ്യാറാക്കിയിരുന്നു. A good traveler has no fixed plans and is not intent on arriving. ഒരു നല്ല യാത്രക്കാരന് നിശ്ചിത പ്ലാനുകളില്ല, എത്തിച്ചേരാനുള്ള ഉദ്ദേശവുമില്ല. യാമിനി വേളാവതിയായി തെന്നൽ തഴുകുമ്പോൾ തളരും താമരമലരായി നീ തുടുതുടെ തുടുക്കും പൂങ്കവിൽ മദനന്റെ മലക്കുടമായി കടപ്പ് പൂക്കുമ്പോൾ പ്രണയനിലാ കിളിവാതിൽ പ്രണയനിലാ കിളിവാതിൽ വാതി തുറന്നതാരാണ്? ഒരു നൂറിഷ്ടം കാതിൽ ചൊന്നതാരാണ്? കോടമഞ്ഞിൽ താഴ്വരയിൽ കടപ്പ് പൂക്കുമ്പോൾ